ഹലോ എവ്രി വൺ, ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വ്ളോഗാണ്. സോ ഞാൻ എപ്പോഴും ഒരു സിംഗിൾ പോട്ട് ഡിഷ് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ബാച്ചിലർ ലൈഫിൽ കുക്കിംഗ് ഇച്ചിരി ടാസ്ക്കാണ്. സോ അതുകൊണ്ട് ഇന്ന് ഞാനൊരു കുക്കർ ചിക്കൻ റൈസാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ കയ്യിലുള്ളത് അതെല്ലാം വെച്ചിട്ട് ഒരു വേണമെങ്കിൽ തട്ടിക്കൂട്ടെന്ന് പറയാം, അങ്ങനെയാണ്. ബട്ട് ഇതെൻ്റെ 4th ട്രയലാണ്. അപ്പോൾ ഇത് ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടല്ല വോയിസ് ഓവർ ചെയ്യുന്നത്. ബേസിക്കലി കുക്കിംഗ് കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് കുറച്ച് ട്രയൽ ആൻഡ് എററൊക്കെ ആയിരുന്നു. ആദ്യമൊക്കെ ഈറ്റബിൾ ആയിരുന്നു ഉണ്ടാക്കുന്നത്. ചില സമയത്തൊക്കെ കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോവും. പിന്നെ ഗ്രാജുവലി ആ ട്രാക്കിലേക്ക് ഇപ്പോൾ വന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ കുക്കിംഗ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഓടിക്കാതിരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് അത് പറ്റില്ല എന്ന് പറയുന്ന പോലെ കുക്ക് ചെയ്യാതിരുന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ് ഇൻ ദി ബിഗിനിങ്. പിന്നെ അത് ഓക്കെ ആയി. പിന്നെ ഞാൻ അതിൻ്റെ പൊടിക്കൈകളൊക്കെ മനസ്സിലാക്കി. അതായത് നമ്മൾ സ്വന്തമായിട്ട് കറിക്കൂട്ടുകൾ ഇടുമ്പോഴാണ് പ്രശ്നമാവുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും അതിൻ്റെ അതായത് പർട്ടിക്കുലർ മസാല യൂസ് ചെയ്യുമ്പോൾ കറികൾക്ക് ടേസ്റ്റ് ഇപ്പോൾ വന്നു തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു കോൺഫിഡൻസ് വന്നു. അതുകൊണ്ട് അത്യാവശ്യം സർവൈവൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. സോ ഇത് ഞാൻ ട്രൈ ചെയ്തതാണ്. പിന്നെ ഇത് ആക്ച്വലി ചിക്കൻ അല്ല, ചിക്കൻ റൈസ് എന്ന് പറഞ്ഞുവെങ്കിലും ഇപ്പോൾ എനിക്ക് ഹെൽത്ത് വൈസ് ചിക്കനും ബീഫൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ടേസ്റ്റ് വൈസ് സംതിങ് നോൺ വെജ് പോലെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇത് ചിക്കൻ്റെ ബോണാണ്. ആക്ച്വലി കണ്ടാൽ നല്ല വലിയ പീസ് പോലെ ഇരിക്കും. ഇത് ആക്ച്വലി ബോണാണ്. ആ ബോൺ വെച്ചിട്ട് ആണിത് ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് ആ ഒരു ഫ്ലേവർ ഉണ്ടാവും ചിക്കൻ്റെ. അല്ലാണ്ട് കഴിക്കാൻ പീസായിട്ടൊന്നും ഇതിൽ ഉണ്ടാവില്ല. സോ നമുക്ക് എത്ര ടൈം ഉണ്ടായാലും മാക്സിമം ഒരു കറി അല്ലെങ്കിൽ കുറച്ച് റൈസ് അങ്ങനെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അതും ബുദ്ധിമുട്ടായിട്ട് വരും ചില സമയത്ത്. അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള ഒറ്റ വണ്ടിക്ക് തന്നെ ഇത് ഫുൾ ക്ലിയർ ആവുന്നത് ആണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് മോസ്റ്റ്ലി ഞാൻ വെജ് റൈസ് അല്ലെങ്കിൽ എഗ് ബിരിയാണി ഇതുപോലെയുള്ള സംഗതികളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നൈറ്റ് ആസ് യൂഷ്വൽ ചപ്പാത്തി അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കും. സോ ബട്ട് ദിസ് വൺ വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പം കുറച്ച് ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ ആർക്കും ഇതിൻ്റെ ബേസിക്സ് ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും കുക്കിങ്ങിൽ എക്സ്പേർട്ടാണ്. ഐ മീൻ മോസ്റ്റ്ലി. സോ അതുകൊണ്ടാണ്. പിന്നെ മെസ് ഫുഡെല്ലാം കഴിച്ച് കുറേ വഴിയായി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ പിന്നെ നമ്മളുണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് ഹൈജീനും പിന്നെ ഒക്കെ നമ്മൾ നോക്കും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ചിക്കൻ കുക്കർ റൈസ് ആണ് അല്ലേ. ഓക്കെ, എനിവേ ഇറ്റ് വാസ് ആക്ച്വലി വെരി ടേസ്റ്റി.